നമസ്കാരം. നമസ്കാരം. പുതിയ പുതിയ രാഷ്ട്രീയ ധ്രുവീകരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയ സാഹചര്യങ്ങൾ നാടിനെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നു. ഈ 2026 ഇടതുപക്ഷത്തിന് ഏറ്റ കനത്ത തോൽവി, ആ തോൽവി ഉണ്ടായി എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ തോൽവിയുടെ കാരണം അവരാരും അംഗീകരിക്കുന്നില്ല. കാരണം എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത് CPM-ന് അകത്തുണ്ടായിരിക്കുന്ന ചില അപഭ്രംശങ്ങളും, അതുപോലെ പിണറായി വിജയൻ, MV ഗോവിന്ദൻ തുടങ്ങിയുള്ള മുതിർന്ന നേതാക്കന്മാരുടെ ധാർഷ്ട്യവും അഹങ്കാരവും കലർന്ന രീതിയിലുള്ള പെരുമാറ്റം ജനങ്ങളിൽ നിന്ന് അകന്നുപോയി. മതനിരപേക്ഷ പ്രസ്ഥാനമെന്ന് അവകാശപ്പെടുന്ന CPM-ന് മതനിരപേക്ഷത ആ ഒരു മനോഭാവം തന്നെ നഷ്ടമായി. ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്താൻ സാധിച്ചില്ല. വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകളെ അവരുടെ നാക്കിന് കടിഞ്ഞാനിടാൻ പറ്റിയില്ല. ഇതൊക്കെ തന്നെയാണ് ഏരിയ കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന സമിതിയിലും എല്ലാം CPM നേതൃത്വത്തിനെതിരെ അണികൾ ഉന്നയിച്ച കാര്യം. ഇതാണ് പരാജയത്തിന് കാരണമെന്ന് അക്കമിട്ട് അടയാളപ്പെടുത്തി അവർ പറഞ്ഞിട്ടും ദേശീയ നേതൃത്വം ഉൾപ്പെടെയുള്ളവർ പറയുന്നു നേതൃത്വത്തിൻ്റെ കുഴപ്പമല്ല, തോൽവിയുടെ കൂട്ടായ ഉത്തരവാദിത്വമാണ് എന്നാണ്. ഇപ്പോൾ കൂട്ടായ ഉത്തരവാദിത്വം ആർക്കാണ് എന്ന് ചോദിക്കുമ്പോൾ ഇവരാരും മറുപടി പറയുന്നില്ല. തെറ്റുപറ്റി, എന്താണ് തെറ്റ് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നില്ല. മറിച്ച് അവരിപ്പോഴും ഓരോരോ കാരണങ്ങൾ ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഇന്ന് CPM-ൻ്റെ ദേശീയ സെക്രട്ടറിയായ MA ബേബിയുടെ ഒരു പ്രസ്താവന കാണുകയുണ്ടായി. മലപ്പുറത്ത് നടന്നൊരു EMSൻ്റെ ലോകം എന്ന് പറഞ്ഞൊരു പരിപാടിയിൽ MA ബേബി സംസാരിക്കുമ്പോൾ ഒരു പ്രവർത്തകൻ്റെ ചോദ്യത്തിന് ഉത്തരമായാണ് MA ബേബി ചില പരാമർശങ്ങൾ നടത്തിയത്. അതായത് അർഹതയുണ്ടെങ്കിൽ പോലും CPM-ൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുമ്പോൾ അത് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധുത്വത്തിൻ്റെ പേരിൽ ആരോപണങ്ങൾ നേരിടുകയാണെങ്കിൽ, അത്തരം സാഹചര്യങ്ങൾ ബൂർഷ്വാ മാധ്യമങ്ങൾ ഉയർത്തിപ്പിടിക്കുകയാണെങ്കിൽ ആ സാഹചര്യങ്ങളെ നമ്മൾ ഒഴിവാക്കണം. അർഹതയുണ്ടെങ്കിൽ പോലും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഏതെങ്കിലും പാർട്ടി പ്രവർത്തകൻ്റെ ബന്ധുവിനാണ് ആ നറുക്ക് വീഴുന്നതെങ്കിൽ ഒരു വിവാദം ഒഴിവാക്കുന്നതിന് വേണ്ടി സ്വമേധയാ നേതാക്കൾ അങ്ങനെ ഒരു തിരുത്തലിന് തയ്യാറാക്കണം. തൻ്റെ ബന്ധുവിന് ആ സ്ഥാനാർത്ഥിത്വം വേണ്ട, മറ്റാർക്കെങ്കിലും അത് കൊടുക്കാൻ തയ്യാറായിരിക്കണം. ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്യും എന്ന് MA ബേബി പറഞ്ഞതിലൂടെ MV ഗോവിന്ദൻ്റെ ഭാര്യയായ PK ശ്യാമളയെ തളിപ്പറമ്പിൽ നിർത്തിയതുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ ഉയർന്നു വന്ന ആരോപണങ്ങളെക്കുറിച്ച് തന്നെയാണ് MA ബേബി സംസാരിച്ചത്. അപ്പോഴും MA ബേബിയെ പോലുള്ള തലമുതിർന്ന അല്ലെങ്കിൽ CPM-ൻ്റെ സൈദ്ധാന്തികൻ എന്നൊക്കെ പറയുന്ന ആളുകൾ വളച്ചു കെട്ടിയാണ് കാര്യം പറയുന്നത്. MV ഗോവിന്ദൻ തൻ്റെ ഭാര്യയെ അർഹതയുണ്ടായിട്ടും തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയായി നിർണയിച്ചതിന് പച്ചക്കൊടി കാണിച്ചത് തെറ്റുപറ്റി എന്ന് പറയാൻ MA ബേബി തയ്യാറാകുന്നില്ല. ഇത് തന്നെയാണ് ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രശ്നം. ആർക്കാണ് തെറ്റുപറ്റിയത്, എന്താണ് തെറ്റെന്ന് ചൂണ്ടിക്കാണിച്ച് പറയാതെ അതിന് താത്വികമായ അവലോകനം നടത്തി മനുഷ്യർക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ സംസാരിക്കും. എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്ന് സന്ദേശത്തിൽ ശങ്കരാടിയുടെ കഥാപാത്രത്തിനോട് ബോബി കൊട്ടാരക്കരയുടെ കഥാപാത്രം ചോദിക്കുന്നത് പോലെ തന്നെ ഇവരോട് അങ്ങനെ ചോദിച്ചാൽ പോലും വളച്ചു കെട്ടിയേ ഉത്തരം പറയുള്ളൂ. ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് എന്ന രീതിയിൽ, മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ ഫവാസ് ഇതിനെങ്ങനെ നോക്കിക്കാണുന്നു? ഒന്ന് സാർ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ആ കാര്യത്തോടെ തന്നെ ഞാനും അടിവരട്ട് പറയുന്നത്, ഇത് ഈ വാക്കിൻ്റെ മുന്നിൽ ചെന്നെത്തുന്നത് MV ഗോവിന്ദനിലോട്ട് തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ അത് തുറന്ന് പറയാൻ, ഇപ്പം തോറ്റു എന്ന് ഒറ്റയടിക്ക് പറഞ്ഞാൽ യാതൊരു വിധ കുഴപ്പമില്ല. പക്ഷേ തോറ്റു എന്ന് സമ്മതിച്ചില്ല. അത് കൊടുങ്കാറ്റടിച്ചപ്പോൾ ആ കൊടുങ്കാറ്റിൻ്റെ ഒരു ചിതൽ വന്ന് ഇവിടെ തട്ടി, ആ ചില്ല അങ്ങനെ വീണ് ഇങ്ങോട്ട് വന്ന് അങ്ങനെ പെരയുടെ മുകളിൽ പൊളിഞ്ഞു. പെര പൊളിഞ്ഞു എന്ന് ഒറ്റയടിക്കാണ് പറഞ്ഞാൽ സംഭവം തീർന്നു. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് ഇതാണ് ഉണ്ടായതെന്ന് പറയും. സോ ഇത്ര മാത്രമേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞതിൻ്റെ സംഭവം കൃത്യമാണ്. ഈ പറഞ്ഞ പോലെ അത് MV ഗോവിന്ദനും അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ചുള്ള കൊട്ടന്നെയാണ് MA ബേബി കൊടുത്തതെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. ഭക്ഷണം കഴിക്കുന്ന ഏതൊരാൾക്കും കൃത്യമായിട്ട് മനസ്സിലാവും അത് ആരെയാണ് ഉദ്ദേശിച്ചത്, എന്തിനാണ് ഉദ്ദേശിച്ചത്, ഏത് സന്ദർഭത്തിലാണ് ഉദ്ദേശിച്ചത് എന്നുള്ളത്. മാത്രമല്ല ഇപ്പം ഇന്നിപ്പോൾ P രാജീവ് പറഞ്ഞൊരു കാര്യം, പ്രധാനപ്പെട്ട പാർട്ടി തോൽക്കാൻ 3 കാരണങ്ങൾ അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഒന്ന് ഈ പറഞ്ഞ പോലെ വെള്ളാപ്പള്ളി നടേശനെ എതിർക്കുന്നതിൽ പാർട്ടിക്ക് തെറ്റുപറ്റി. അതേപോലെ CPM-ൻ്റെ ഒരു പരിപാടിക്ക് പ്രവർത്തകർ എഴുതി കൊടുത്ത ചോദ്യങ്ങളുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ പറഞ്ഞത്, തോറ്റലിൽ കാരണങ്ങൾ പറഞ്ഞാൽ ഒന്നാമത്തെ കാരണം ഈ പറഞ്ഞ പോലെ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് കൃത്യമായി നിലപാടെടുക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. രണ്ടാമത്തെ കാര്യം ശബരിമല വിഷയത്തിൽ ശരിക്കും എന്താണ് പാർട്ടിക്ക് നിലപാടെടുക്കാൻ പറ്റില്ല എന്നുള്ളതും, അവിടെ എന്തുകൊണ്ട് നമ്മൾ മൗനം പാലിച്ചു എന്നുള്ളത്, അതും ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് ഞാനീ പറഞ്ഞ പോലെ ഇങ്ങനെയാണെന്ന് പറയല്ല, പക്ഷെ വളഞ്ഞു പിടിച്ച് മൂക്ക് പിടിക്കുക എന്നൊക്കെ പറയില്ല, ആ രീതിയിലാണ് പറഞ്ഞ സാധനം ഒപ്പിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, മറ്റു കാര്യങ്ങളൊക്കെ അങ്ങനെ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് P രാജീവും ഈ പറഞ്ഞ പോലെ സാധനം എടുക്കുന്നത്. പക്ഷേ ഇതേ വിഷയത്തിൽ പിണറായി വിജയൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്.
വെള്ളാപ്പള്ളി നടേശനെ പറഞ്ഞതിൽ യാതൊരുവിധ തെറ്റുമില്ല, ആ സ്ഥാനത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നുള്ള കാര്യമാണ് ഇന്നലെ പിണറായി വിജയൻ പറഞ്ഞത്. അപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ പല നേതാക്കന്മാരും പല സ്വരങ്ങളിലും പല രൂപത്തിലും വരാൻ തുടങ്ങി എന്നുള്ളത് വലിയൊരു സംഭവമാണ്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം 4 ദിവസം മുമ്പേ ഉണ്ട് പി ജയരാജൻ്റെ ഒരു പരിപാടിയിൽ അദ്ദേഹം പറയുന്നുണ്ട് വെള്ളാപ്പള്ളി ഇരു തോണിയിലും കാലിട്ട് നിൽക്കുന്ന ആളാണെന്നുള്ളതും. ഒരേ സമയം പിണറായി വിജയനോടും അതേ സമയം തന്നെ മകനെ തുഷാർ വെള്ളാപ്പള്ളിയെ NDAയിലോട്ടും വിട്ടുങ്ങാണ്ട് രണ്ടോടത്തും ഇരു തോണിയിലും കാലിടുന്ന ആളാണെന്നുള്ളത്. അപ്പം ഇത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ പരോക്ഷമായും പ്രത്യക്ഷമായും ഒക്കെ അടി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് സത്യാവസ്ഥ തന്നെയാണ്. എന്തായാലും ഈ വിഷയത്തിൽ ഈ പറഞ്ഞ പോലെ MV ഗോവിന്ദന് ഇട്ടുള്ളൊരു കൊട്ട് തന്നെയാണ് അവർ കൊടുത്തിട്ടുള്ളത്. MV ഗോവിന്ദൻ ഈ വിഷയത്തിൽ ഇനി എന്ത് മറുപടി പറയും എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. സാർ എങ്ങനെ വിഷയത്തെ കാണും? തീർച്ചയായും ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത് ഇവർക്കെല്ലാം കൃത്യമായി അറിയാം. ഇവരുടെ പ്രവർത്തന ശൈലിയും ഇവർ ജനങ്ങളിൽ നിന്ന് അകന്നുപോയി, അല്ലെങ്കിൽ ഈ മതനിരപേക്ഷമായ നിലപാടുകൾ പാർട്ടിക്ക് നഷ്ടമായി, സാധാരണക്കാരിൽ നിന്നും സാധാരണ ജനങ്ങളിൽ നിന്നും പാർട്ടി അകന്നുപോയി. എന്തുകൊണ്ട് താഴെത്തട്ടിൽ പാർട്ടിയുടെ പഴയ അച്ചടക്കത്തോടുകൂടിയുള്ള പ്രവർത്തനമില്ല, ഭരണവിരുദ്ധ വികാരമുണ്ടായി. ഇതൊന്നും അംഗീകരിക്കാൻ തയ്യാറല്ല. മറിച്ച് ഇതെല്ലാം ഇപ്പോഴത്തെ സംസ്ഥാന സമിതിയുടെ റിപ്പോർട്ട് മനസ്സിലാക്കുമ്പോൾ അത് താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ തലയിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. അല്ല, സംസ്ഥാന കമ്മിറ്റി പല കാര്യങ്ങളും മുക്കിയിട്ടുണ്ട്. താഴെത്തട്ടിൽ ഏരിയ കമ്മിറ്റി ലോക്കൽ കമ്മിറ്റിയും കൊടുത്ത പല കാര്യങ്ങളും വെട്ടിയിട്ടാണ് ഏറ്റവും അവസാനം ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട പറഞ്ഞ പോലെ നമ്മളെന്താ പറഞ്ഞില്ലേ, പിണറായി വിജയനെ മാൻഡ്രാക്ക് എന്ന് വിളിച്ചു, MV ഗോവിന്ദൻ്റെ പല കാര്യങ്ങളും ഉണ്ട്. ഇതൊന്നും ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ എത്തിയപ്പം പല കാര്യങ്ങളും പോയിട്ടുണ്ട്. അപ്പം ഇന്ന് വളരെ ക്ലിയറാണ്, നേതാക്കന്മാർ മാറുന്നില്ല. അത് മാത്രമല്ല, ഇന്നലെ MV ഗോവിന്ദൻ പറഞ്ഞൊരു കാര്യമുണ്ട്, പാർട്ടിക്ക് തെറ്റൊന്നും പറ്റിയിട്ടില്ല, അത് അടിത്തട്ടിൽ നേതാക്കന്മാരോട് തെറ്റ് പറ്റിയതുകൊണ്ടാണ് പാർട്ടി തോറ്റതെന്നുള്ളതും അതിൻ്റെ ഭാഗമായിട്ട് ചില ഏരിയ കമ്മിറ്റികളെ പിരിച്ചുവിട്ടു. തിരുവനന്തപുരത്ത് ശിവൻകുട്ടി തോൽക്കാൻ കാരണമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 2-3 ഏരിയ കമ്മിറ്റിക്കാരെ പിരിച്ചുവിട്ടു. പക്ഷെ അതിനപ്പുറം പാർട്ടി യാതൊരുവിധ കാര്യങ്ങളോട് നീങ്ങുന്നില്ല. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞത് ഞങ്ങളല്ലാണ്ട് ഇനി വേറെ ആരാണ് അവിടെ ഇരിക്കാനെന്നുള്ള ചോദ്യം കൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് വളരെ കൃത്യമാണ്, ഞങ്ങൾ എന്നുള്ള ഉദ്ദേശിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയനെയും അതേപോലെ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദനും മാറാൻ അവിടെ ഉദ്ദേശിക്കുന്നില്ല. തങ്ങൾ മാറിക്കഴിഞ്ഞാൽ അവിടേക്ക് അതേപോലെ അർഹനായ വേറൊരാളെ പാർട്ടിയിൽ ഇല്ല എന്ന് കൂടിയാണ് അദ്ദേഹം അവിടെ പറഞ്ഞു വെക്കുന്നത്. എനിക്ക് ശേഷം പ്രളയം എന്ന് പറയുന്നത് പോലെ ലൂയി 14 തോന്നുന്നുണ്ട് അങ്ങനെ പറഞ്ഞത്. എന്നാൽ ഇവിടെ ഇപ്പം CPM എന്ന പാർട്ടിക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ്. ഇപ്പോൾ ഇന്നലെ P രാജീവിൻ്റെ അടുത്തും മറ്റാരുണ്ട് LDFൽ അല്ലാതെ മറ്റാരുണ്ടെന്നുള്ള ആ പ്രയോഗത്തിൽ അതിൻ്റെ സാങ്കത്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ രാജീവ് ഇത് തന്നെ പറഞ്ഞു, മനുഷ്യന് മനസ്സിലാവാത്ത ഭാഷ തന്നെയാണ് പറയുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ജനങ്ങളിൽ നിന്ന് ഈ പാർട്ടി അകന്നുപോയി. 37 ഇപ്പോൾ ഫവാസ് ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് കൂടിയാണല്ലോ, 37% ഈ കുറി ഇടതുപക്ഷത്തിന് വോട്ട് കിട്ടിയതെന്ന് പറയുമ്പോൾ അവരെവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അതിൽ നിന്ന് ഇപ്പോഴും പാഠം പഠിക്കുന്നില്ല. എന്തുകൊണ്ടാണ്, ആർക്കാണ്, എവിടെയാണ്, എങ്ങനെയാണ് തെറ്റ് പറ്റിയത്, എങ്ങനെ തിരുത്തണം എന്ന് പരസ്പരം ചോദിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പായിട്ട് ഉയർന്നു വന്നൊരു വികാരമുണ്ട് താഴെത്തട്ട് മുതൽ, അതായത് തിരുത്തേണ്ടവർ തിരുത്തണം, മാറേണ്ടവർ മാറണം. ഈ മാറേണ്ടവരും തിരുത്തേണ്ടവരുമാണ് ഈ റിപ്പോർട്ട് പരിശോധിക്കുന്നത്. അവർ ആ റിപ്പോർട്ട് വെട്ടി അവർക്ക് സ്വീകാര്യമായ രീതിയിൽ അത് വളച്ചൊടിച്ച് നേതൃത്വത്തിന് പൊതുവായി ഒരു ഉത്തരവാദിത്വം പറ്റിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു നേതാവിന് ഈ പരാജയത്തിൻ്റെ പേരിൽ കോർണർ ചെയ്ത് ആക്രമിക്കേണ്ട കാര്യമില്ല. നേതൃത്വത്തിന് പൊതുവെയാണ് ഈ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം. അതുകൊണ്ട് ആരെങ്കിലും പ്രത്യേക സ്ഥാനങ്ങളിൽ നിന്ന് മാറേണ്ടതായിട്ടില്ല. മറിച്ച് താഴെത്തട്ടിൽ സർക്കാരിൻ്റെ മികവ് ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുന്നതിന് താഴെത്തട്ടിൽ അച്ചടക്കത്തോടുകൂടി പ്രവർത്തിക്കാൻ നിയോഗിക്കപ്പെട്ട പാർട്ടി സംവിധാനങ്ങൾ പരാജയപ്പെട്ടു. അതായത് 2026 പാർട്ടിക്കുണ്ടായ ദയനീയമായ പരാജയത്തിന് 37% മാത്രം വോട്ടിലേക്ക് ഒതുങ്ങിപ്പോയതിൻ്റെയൊക്കെ ഒരേ ഒരു കുറ്റം ഈ താഴെത്തട്ടിലേക്ക് കൊണ്ടുവന്ന് ചാർത്തി കൊടുക്കുന്ന രീതിയാണ് ഇവർക്ക് ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ സാധിക്കുക? ഈ പാർട്ടി മാറേണ്ടവർ മാറണം, തിരുത്തേണ്ടവർ തിരുത്തണം, എല്ലാവരെയും കേൾക്കും, എല്ലാവർക്കും പറയാനുള്ളത് പറയാം എന്നായിരുന്നു ആദ്യം തന്നെ ഈ അവലോകന യോഗങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതുവരെ ആർക്കും ഒന്നും പറയാൻ അവസരം കൊടുത്തിരുന്നില്ല എന്ന് തന്നെയല്ലേ? അപ്പോൾ എല്ലാവരും പറയാനുള്ളത് പറഞ്ഞു. പിണറായി വിജയൻ MLA സ്ഥാനം വരെ രാജിവെച്ച് ഇറങ്ങിപ്പോണെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അതൊന്നും കേൾക്കാതെ, അതൊന്നും വിഷയമല്ല. അപ്പോൾ ഞങ്ങൾ ഭരിക്കും, ഞങ്ങൾ നയിക്കും, നിങ്ങളൊക്കെ പുറകെ സിന്താബ വിളിച്ച് വന്നാൽ മാത്രം മതി എന്ന രീതിയിലാണ് ഇപ്പോഴും ആ പാർട്ടിയുടെ ഒരു പോക്ക്. ഇനി എങ്ങനെയാണ് പാർട്ടി ഈ പാർട്ടിയുടെ ശരീരത്തിൽ പറ്റിയിട്ടുള്ള ഗുരുതരമായ പരിക്ക് മാറ്റി വീണ്ടും ആരോഗ്യത്തോടുകൂടി അങ്ങനെ തിരിച്ചു വരും എന്നുള്ളത് അറിയില്ല. അവർ ഇപ്പോഴും തൊലിപ്പുറമെയുള്ള ചികിത്സയാണ് നടത്തുന്നത്. ഒരിക്കലും ഇത് പറയുമ്പോൾ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ മറ്റേ പത്മകുമാറിൻ്റെ കാര്യം കൂടി പരാമർശിക്കാണ്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം ഈ പറഞ്ഞ പോലെ പത്മകുമാർ പാർട്ടിക്ക് വലിയ തരത്തിൽ തലവേദന ഉണ്ടാക്കി. പാർട്ടിയുടെ തോൽവിയിൽ പല താഴെത്തട്ടുള്ള അംഗങ്ങളും പറഞ്ഞിട്ടുള്ളത്
പത്മകുമാറിനെതിരെ നിലപാടെടുക്കാത്തതിൽ പാർട്ടിക്ക് വലിയ വീഴ്ച പറ്റി എന്നുള്ളതും നല്ലൊരു ശതമാനം വിശ്വാസികളും ഈ ഒരൊറ്റ കാരണം കൊണ്ട് CPM-ന് എതിരായി നിന്നു എന്നുള്ളതും ആ വോട്ട് കൊണ്ടാണ് കോൺഗ്രസ് പല സ്ഥലത്തും ജയിച്ചെന്നുള്ളൊരു കാര്യം പല പാർട്ടി ഘടകങ്ങളും പറയുന്നുണ്ട്. അതൊരു പരിധിവരെ ശരിയാണ്. തെക്കൻ കേരളത്തിൽ BJP-യുടെ വിജയത്തിനൊരു സാധ്യത കൂടുതലായത് ഈ പറഞ്ഞ പോലെ വിശ്വാസികളുടെ വോട്ട് വിശ്വാസത്തിൽ ചവിട്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് വിശ്വാസികൾക്ക് അത് കൊള്ളും. അപ്പം അപ്പുറത്ത് വേറെ ആരും നോക്കുമ്പോൾ പറഞ്ഞ പോലെ കോൺഗ്രസും BJP ഉണ്ട്. സ്വാഭാവികമായിട്ടും BJP-യുടെ പ്രത്യേകിച്ച് ഹിന്ദുത്വ രാഷ്ട്രീയം മുമ്പോട്ട് വെക്കുന്ന BJP-ക്കാണ് ചാൻസ് ഏറ്റവും കൂടുതൽ മുമ്പോട്ട് ചാൻസ് ഉള്ളത്. അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ CPM-ൻ്റെ നല്ല ശതമാനം വോട്ട് KK രാജേഷ് പറഞ്ഞ പോലെ CPM-ൻ്റെ അദ്ദേഹം അത് അങ്ങനെ ഉദ്ദേശമല്ല പറഞ്ഞത്, പക്ഷെ അദ്ദേഹം പറഞ്ഞതിൽ ശതമാനം ശരിയാണ്. CPM ഇല്ലാണ്ടായി കഴിഞ്ഞാൽ BJP-ക്കാണ് ഉപകാരം എന്നുള്ളത് സംഭവം ശരിയാണ്. CPM ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ആ പാർട്ടി വോട്ടുകൾ മൊത്തം പോകുന്നത് BJP-യിലോട്ടാണ്. ആദ്യമൊക്കെ തിരിച്ചായിരുന്നു കോൺഗ്രസിൻ്റെ ഈ പറഞ്ഞ പോലെ നായർ കമ്മ്യൂണിറ്റി വോട്ടുകളായിരുന്നു പോകാറുള്ളത് എന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ അത് മാറി ഈഴവ കമ്മ്യൂണിറ്റി വരെ പോകും. കാരണം ചാത്തന്നൂരൊക്കെ അത് കൃത്യമായിട്ട് തെളിവാണ്. തീർച്ചയായും. നോക്കൂ, ഇവിടെ ഈ CPM-ൻ്റെ വോട്ടുകൾ എങ്ങനെ ചോരുന്നു എന്നുള്ളത് ഇവരിപ്പോഴും പഠിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാനായി. കാരണം ഈ ശബരിമല വിഷയം തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോൾ പിണറായിയുടെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള SIT രൂപീകരിക്കുന്നു, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. ഈ പത്മകുമാർ അടക്കമുള്ള പൊളിറ്റിക്കൽ നോമിനീസാണ് അവർ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിരുന്നു പത്മകുമാർ, കമ്മീഷണറായിരുന്നു വാസു. ഇവരെല്ലാം പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആയിരുന്നു. അവരെ SIT അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടപ്പോൾ പോലും ഈ പാർട്ടി അവരെ തള്ളിപ്പറയുന്നില്ല എന്നുള്ളതാണ് പാർട്ടി അണികൾ, പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ആവശ്യം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പോലും ഇവരൊരു തീരുമാനമെടുത്തില്ല. പത്മകുമാർ ജയിലിൽ കിടന്നിട്ടും പത്മകുമാറിന് എതിരെ യാതൊരു തരത്തിലും നടപടിയെടുക്കാൻ തയ്യാറായില്ല എന്ന് പറയുമ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ഒളിക്കാനുണ്ട് ഈ പാർട്ടിക്ക് എന്നുള്ളൊരു സന്ദേശം ജനങ്ങൾക്ക് കൊടുക്കുന്ന തരത്തിലുള്ള നടപടിയായിരുന്നു CPM-ൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അത് തീർച്ചയായും തെക്കൻ കേരളത്തിൽ മാത്രമല്ല, കേരളം ഒട്ടാകെ ഈ ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു. വിശ്വാസി സമൂഹത്തിനിടയിൽ വലിയ അവമതിപ്പുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ഹിന്ദു വോട്ടുകൾ ഉള്ളത് ഞാൻ പറയാതെ ഫവാസിനറിയാം CPM-ന് തന്നെയാണ്. നല്ലൊരു ശതമാനം ഹിന്ദു വോട്ടുകളുണ്ട്, അതിൽ നല്ലൊരു ശതമാനം വിശ്വാസികളുണ്ട്. ആ വോട്ടുകൾ എൻ ബ്ലോക്കായി ഈ പ്രാവശ്യം കോൺഗ്രസിന് പോയി എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൻ്റെ BJP-ക്ക് പോയി എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇത്രയും വലിയൊരു ഡാമേജ് ഉണ്ടായിട്ടും ഇപ്പോഴും CPM ഇരുളിത്തപ്പുകയാണ്. എന്താണ് ഏതാണ് കാരണം എന്ന് പഠിക്കാൻ തയ്യാറായില്ല. MA ബേബി വരെ, അതായത് ഇതിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി വരെ നയം വ്യക്തമാക്കുമ്പോൾ പറയണത് ഇന്ന ആൾക്ക് തെറ്റുപറ്റി ഇന്ന കാരണം കൊണ്ടാണെന്ന് ചൂണ്ടിക്കാണിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെ അവിടെ ഒരു ചികിത്സ സാധ്യമാകും? എന്താണ്, 4 കാലുണ്ട്, മുറം പോലെ ചെവിയുണ്ട്, തുമ്പിക്കൈയുണ്ട്, കൊമ്പുണ്ട്, ചൂല് പോലുള്ള വാലുണ്ട്, ആനയെന്ന് പറയുന്നില്ല. ഇത്രയൊന്നും വളച്ചു കെട്ടാണ്ട് പറയാൻ പറ്റുമല്ലോ, അത് പറയുന്നില്ല. അതായത് യഥാതഥമായ കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയാനോ യഥാർത്ഥത്തിലുള്ളൊരു വിമർശനമോ വിശകലനമോ നടത്താൻ ഇവർ തയ്യാറായിട്ടില്ല ഇപ്പോഴും. അതുതന്നെയാണ് പാർട്ടിക്കാർക്ക് ഇപ്പോഴുള്ള അവമതിപ്പ്. ഇന്ന ആൾക്ക് തെറ്റ് പറ്റി എന്ന് പറയുമ്പോൾ ആ തെറ്റ് തിരുത്തണം എന്ന് ഒരു നടപടിക്രമങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ സാധിച്ചാൽ മാത്രമേ ഈ പാർട്ടിക്ക് ഇനി തിരിച്ചുവരവ് സാധ്യമാവുള്ളൂ. അല്ലാതെ ഇവരിങ്ങനെ താഴെ തട്ടിൽ കുഴപ്പമുണ്ടായി മേൽത്തട്ടിൽ കുഴപ്പമുണ്ടായി എന്ന് പറഞ്ഞ് പരസ്പരം ഗോക്കോ വിളിച്ചുകൊണ്ട് കാര്യമില്ല. എന്തായാലും 1957 ലോകത്തിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്ന ഈ കൊച്ചു കേരളത്തിൽ ഇപ്പോൾ ആ പ്രസ്ഥാനം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് വളരെ ദയനീയം തന്നെയാണ്. ഇവർ തിരുത്തുകയാണെങ്കിൽ നല്ലത്. ഒരു പ്രതിപക്ഷമായിട്ടെങ്കിലും ഇടതുപക്ഷം ഇവിടെ വർദ്ധിക്കണം. ഇടതുപക്ഷത്തിൻ്റെ സ്പേസ് ഇവരായിട്ട് നഷ്ടപ്പെടുത്തില്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാം.